Good morning. Today we can study about the 7 crystal system. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 7 crystal സിസ്റ്റത്തിനെ കുറിച്ചാണ്. അതിനു മുമ്പ് നമ്മൾ ക്രിസ്റ്റൽ ലാറ്റിസ് എന്താണ്, യൂണിറ്റ് സെൽ എന്താണ് എന്നതിനെക്കുറിച്ച് നമുക്ക് പഠിക്കാം. ക്രിസ്റ്റൽ ലാറ്റിസ് എന്ന് പറഞ്ഞാൽ റെഗുലർ 3-dimensional arrangement of point in space. സ്പേസിൽ 3-dimensional ആയിട്ട് അറേഞ്ച് ചെയ്തിട്ടുള്ള റെഗുലർ അറേഞ്ച്മെൻറ്റിനെയാണ് നമ്മൾ ക്രിസ്റ്റൽ ലാറ്റിസ് എന്ന് പറയുന്നത്. ഈ ക്രിസ്റ്റൽ ലാറ്റിസിൽ വരുന്ന ഓരോ പോയിന്റിനെയും നമ്മൾ പറയുന്നത് ലാറ്റിസ് പോയിന്റ് അല്ലെങ്കിൽ ലാറ്റിസ് സൈറ്റ് എന്ന് പറയും. ഈ ഓരോ പോയിന്റും റെപ്രസെൻ്റ് ചെയ്യുന്നത് ആറ്റം ആവാം, അയോൺസ് ആവാം, അല്ലെങ്കിൽ മോളിക്യൂൾ ആവാം. ഓരോ ലാറ്റിസ് പോയിന്റിനെയും സ്ട്രൈറ്റ് ലൈൻ വഴി കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ സ്ട്രൈറ്റ് ലൈൻ വഴി കണക്ട് ചെയ്തിട്ടുള്ളതാണ് ഓരോ ക്രിസ്റ്റലായിട്ട് അത് ഫോം ചെയ്യുന്നത്, ഓരോ ഷേപ്പ് അല്ലെങ്കിൽ ഓരോ ഡെഫിനിറ്റ് ജോമെട്രി ഫോം ചെയ്യുന്നത്. ഇനി യൂണിറ്റ് സെൽ എന്ന് പറഞ്ഞാൽ സ്മോളസ്റ്റ് റിപ്പീറ്റിംഗ് യൂണിറ്റിൻ്റെ ക്രിസ്റ്റൽ ലാറ്റിസിനെയാണ് യൂണിറ്റ് സെൽ എന്ന് പറയുന്നത്. ഏതൊരു സബ്സ്റ്റൻസും ഉണ്ടാക്കിയിരിക്കുന്ന ഏതെങ്കിലും ചെറിയൊരു യൂണിറ്റ് വെച്ചിട്ടായിരിക്കും. അതിൻ്റെ അത് സ്മോളസ്റ്റ് ആയിട്ട് റിപ്പീറ്റ് ചെയ്യുന്ന ഒരു യൂണിറ്റ്. ഇപ്പോൾ ഈ ഒരു നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, ഇവിടെ കുറേ ക്യൂബുകൾ കൂടിയിട്ടാണ് വലിയൊരു ക്യൂബ് ഫോം ചെയ്യുന്നത്. അപ്പോൾ ഇതേമാതിരി സ്മോളസ്റ്റ് ആയിട്ട് റിപ്പീറ്റ് ചെയ്യുന്ന ഈ ഒരു ക്യൂബിനെയാണ് നമ്മൾ യൂണിറ്റ് സെൽ എന്ന് പറയുന്നത്. അപ്പോൾ യൂണിറ്റ് സെൽ എന്ന് പറഞ്ഞാൽ സ്മോളസ്റ്റ് റിപ്പീറ്റിംഗ് യൂണിറ്റിൻ്റെ ക്രിസ്റ്റൽ ലാറ്റിസ്. ഇനി ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ യൂണിറ്റ് സെൽ എന്ന് പറഞ്ഞാൽ സ്മോളസ്റ്റ് യൂണിറ്റ് ആണ്. അതിൻ്റെ ബിഗർ യൂണിറ്റിനെയാണ് സ്പേസ് ലാറ്റിസ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ 7 ക്രിസ്റ്റൽ സിസ്റ്റംസ് പഠിക്കുമ്പോൾ നമ്മളവിടെ അറിയേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഒരു ക്രിസ്റ്റൽ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അതിന് 3 ലെങ്ത് ഉണ്ട്, 3 സൈഡ്സ് ഉണ്ട്. എ എന്ന് പറയുന്നത് നമുക്ക് ലെങ്ത് ആയിട്ട് എടുക്കാം, ബി ബ്രെഡ്ത്ത്, സി എന്ന് പറയുന്ന ഹൈറ്റ് ആയിട്ട് എടുക്കാം. എ എന്ന് പറയുന്ന ലെങ്ത്തിന് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ആംഗിൾ അതിനെയാണ് നമ്മൾ ആൽഫ എന്ന് പറയുന്നത്. എ എന്ന് പറയുന്ന സൈഡിന് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ആംഗിളിനെ ആൽഫ എന്ന് പറയും. ബി എന്ന് പറയുന്ന സൈഡിന് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ആംഗിളിനെ ബീറ്റ എന്ന് പറയും. സി എന്ന് പറയുന്ന സൈഡിന് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ആംഗിളിനെ ഗാമ എന്ന് പറയും. അപ്പോൾ 3 സൈഡ്സ് ഉണ്ട്, എ ബി സി. എക്ക് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നതിന് ആൽഫ എന്ന് പറയും, ബിയുടെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നതിന് ബീറ്റ എന്ന് പറയും, സിക്ക് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നതിനെയാണ് ഗാമ എന്ന് പറയുന്നത്. നമ്മളൊരു യൂണിറ്റ് സെല്ലും ക്രിസ്റ്റൽ ലാറ്റിസും കൂടെ നോക്കുമ്പോൾ ഇതൊരു യൂണിറ്റ് സെല്ലാണ്. അത് ഡെവലപ്പ് ചെയ്ത് ഫോം ചെയ്യുമ്പോൾ നമുക്ക് ലാറ്റിസ് ഫോം ചെയ്യും. ഈ ഓരോ പോയിന്റിലും കാണുന്ന ആറ്റം അല്ലെങ്കിൽ മോളിക്യൂൾ അല്ലെങ്കിൽ അയോൺസിനെയാണ് നമ്മൾ ലാറ്റിസ് പോയിന്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് 7 ക്രിസ്റ്റൽ സിസ്റ്റത്തിലേക്ക് കിടക്കാം. 7 ക്രിസ്റ്റൽ സിസ്റ്റംസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, സിമ്പിൾ ക്യൂബിക്, ടെട്രാഗണൽ, ഓർത്തോറോംബിക്, മോണോക്ലിനിക്, ട്രൈക്ലിനിക്, ഹെക്സഗണൽ ആൻഡ് റോംബോഹെഡ്രൽ. ഇതാണ് 7 ക്രിസ്റ്റൽ സിസ്റ്റം എന്ന് പറയുന്നത്. ഇതിൻ്റെ അകത്ത് ബേസിക് ആയിട്ട് വരുന്നതാണ് സിമ്പിൾ ക്യൂബിക് എന്ന് പറയുന്നത്. സിമ്പിൾ ക്യൂബിക്കിൻ്റെ അകത്ത് A equal to B and that is equal to C, alpha equal to beta equal to gamma that is equal to 90 degree. എക്സാമ്പിൾ എന്ന് പറയുന്നത് സോഡിയം ക്ലോറൈഡ്, പൊട്ടാസ്യം ക്ലോറൈഡ്, സീഷ്യം ക്ലോറൈഡ്, ഇതെല്ലാം ക്യൂബിക് ക്രിസ്റ്റൽസിന് എക്സാമ്പിളാണ്. ഇനി ടെട്രാഗണൽ എന്ന് പറഞ്ഞാൽ A ഈക്വൽ ടു B, 2 സൈഡ്സ് ഈക്വൽ ആണ്, നോട്ട് ഈക്വൽ ടു C. ആൽഫ ഈക്വൽ ടു ബീറ്റ ഈക്വൽ ടു ഗാമ ദാറ്റ് ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി. ഇവിടെ എല്ലാ ആംഗിൾസും 90 ഡിഗ്രിയാണ്. അതിന് എക്സാമ്പിളാണ് കാൽഷ്യം സൾഫേറ്റ്, ടൈറ്റാനിയം ഡയോക്സൈഡ്, വൈറ്റ് ടിൻ, അതെല്ലാം ടെട്രാഗണൽ സിസ്റ്റത്തിന് എക്സാമ്പിളാണ്. ഇനി അടുത്തത് ഓർത്തോറോംബിക്. സൈഡ്സ് ഒന്നും ഈക്വൽ അല്ല. എ നോട്ട് ഈക്വൽ ടു ബി, നോട്ട് ഈക്വൽ ടു സി. ആൽഫ ഈക്വൽ ടു ബീറ്റ ഈക്വൽ ടു ഗാമ ദാറ്റ് ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി. നിങ്ങൾക്കൊരു മാച്ച് ബോക്സ് നിങ്ങൾ കണ്ടിട്ടുണ്ട്. ഈ മാച്ച് ബോക്സ് നോക്കിക്കഴിഞ്ഞാൽ അതൊരു ഓർത്തോറോംബിക് ക്രിസ്റ്റലിന് എക്സാമ്പിളാണ്. എക്സാമ്പിൾ ഓർത്തോറോംബിക് പറയുമ്പോൾ റോംബിക് സൾഫർ, ബേരിയം സൾഫേറ്റ് ഒക്കെ ഓർത്തോറോംബിക് ക്രിസ്റ്റൽസ് ആണ്. ഇനി മോണോക്ലിനിക് എന്ന് പറഞ്ഞാൽ എ നോട്ട് ഈക്വൽ ടു ബി, നോട്ട് ഈക്വൽ ടു സി. ആൽഫ ഈക്വൽ ടു ഗാമ ഈക്വൽ ടു 90 ഡിഗ്രി. 2 ആംഗിൾസ് 90 ഡിഗ്രിയാണ്. ആൻഡ് ബീറ്റ നോട്ട് ഈക്വൽ ടു 90 ഡിഗ്രി. ഇനി അതിന് എക്സാമ്പിൾ മോണോക്ലിനിക്കിന് എക്സാമ്പിളാണ് മോണോക്ലിനിക് സൾഫർ എന്ന് പറയുന്നത്. ഇനി ട്രൈക്ലിനിക് എന്ന് പറഞ്ഞാൽ എ നോട്ട് ഈക്വൽ ടു ബി, നോട്ട് ഈക്വൽ ടു സി. ആൽഫ നോട്ട് ഈക്വൽ ടു ബീറ്റ, നോട്ട് ഈക്വൽ ടു ഗാമ, നോട്ട് ഈക്വൽ ടു 90 ഡിഗ്രി. ആംഗിൾസും സൈഡ്സും ഒന്നും ഈക്വൽ അല്ല, 90 അല്ലാത്ത ഒരു ക്രിസ്റ്റലിനെയാണ് ട്രൈക്ലിനിക് എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിളാണ് പൊട്ടാസ്യം ഡൈക്രോമേറ്റ്. ഇനി ഹെക്സഗണൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ 2 സൈഡ്സ് ഈക്വൽ ആണ്. എ ഈക്വൽ ടു ബി, നോട്ട് ഈക്വൽ ടു സി. ആൽഫ ഈക്വൽ ടു ബീറ്റ ഈക്വൽ ടു 90 ഡിഗ്രി ആൻഡ് ഗാമ ഈക്വൽ ടു 120 ഡിഗ്രി. ഇതിന് എക്സാമ്പിളാണ് ഗ്രാഫൈറ്റ്, സിങ്ക് ഓക്സൈഡ്, കാഡ്മിയം സൾഫൈഡ്, ഇതെല്ലാം ഹെക്സഗണലാണ്. ഇനി റോംബോഹെഡ്രൽ എന്ന് പറഞ്ഞാൽ
എല്ലാ സൈഡും എല്ലാ ആംഗിളും ഈക്വൽ ആണ്, പക്ഷെ അത് 90 ഡിഗ്രി അല്ല. ദാറ്റ് ഈസ് എ ഈക്വൽ ടു ബി ഈക്വൽ ടു സി, ആൽഫ ഈക്വൽ ടു ബീറ്റ ഈക്വൽ ടു ഗാമ, ദാറ്റ് ഈസ് നോട്ട് ഈക്വൽ ടു 90 ഡിഗ്രി. അപ്പോൾ നമ്മൾ ക്യൂബിക് 7 ക്രിസ്റ്റൽ സിസ്റ്റംസ് ഒന്നുകൂടെ നമുക്ക് പറഞ്ഞാൽ ഏതൊക്കെയാ? സിമ്പിൾ ക്യൂബിക്, ടെട്രാഗണൽ, ഓർത്തോറോംബിക്, മോണോക്ലിനിക്, ട്രൈക്ലിനിക്, ഹെക്സഗണൽ ആൻഡ് റോംബോഹെഡ്രൽ. നമുക്കൊന്നുകൂടെ റിവൈസ് ചെയ്യാം. ക്യൂബിക് എന്ന് പറഞ്ഞാൽ എ ഈക്വൽ ടു ബി ഈക്വൽ ടു സി, ആൽഫ ഈക്വൽ ടു ബീറ്റ ഈക്വൽ ടു ഗാമ, ദാറ്റ് ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി. എക്സാമ്പിൾ സോഡിയം ക്ലോറൈഡ്, സിങ്ക് സൾഫൈഡ്, കോപ്പർ എക്സെട്ര. ടെട്രാഗണൽ എന്ന് പറഞ്ഞാൽ എ ഈക്വൽ ടു ബി നോട്ട് ഈക്വൽ ടു സി, ആൽഫ ഈക്വൽ ടു ബീറ്റ ഈക്വൽ ടു ഗാമ, that is equal to 90 degree. Example calcium sulfate, titanium dioxide, white tin. Orthorhombic എന്ന് പറഞ്ഞാൽ A not equal to B not equal to C, alpha equal to beta equal to gamma equal to 90 degree. Example rhombic sulfur and barium sulfate. Then monoclinic എന്ന് പറഞ്ഞാൽ A not equal to B not equal to C, alpha equal to gamma equal to 90 degree, beta equal to 120 degree. എക്സാമ്പിൾ ആണ് മോണോക്ലിനിക് സൾഫർ. ട്രൈക്ലിനിക് എന്ന് പറഞ്ഞാൽ എ നോട്ട് ഈക്വൽ ടു ബി നോട്ട് ഈക്വൽ ടു സി, ആൽഫ നോട്ട് ഈക്വൽ ടു ബീറ്റ നോട്ട് ഈക്വൽ ടു ഗാമ ആൻഡ് ദാറ്റ് ഈസ് നോട്ട് ഈക്വൽ ടു 90 ഡിഗ്രി. എക്സാമ്പിൾ പൊട്ടാസ്യം ഡൈക്രോമേറ്റ്, ബോറിക് ആസിഡ്. ഹെക്സാഗണൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ എ ഈക്വൽ ടു ബി നോട്ട് ഈക്വൽ ടു സി, ആൽഫ ഈക്വൽ ടു ബീറ്റ ഈക്വൽ ടു 90 ഡിഗ്രി ആൻഡ് ഗാമ ഈക്വൽ ടു 120 ഡിഗ്രി. എക്സാമ്പിൾ ഗ്രാഫൈറ്റ്, സിങ്ക് ഓക്സൈഡ്, കാഡ്മിയം സൾഫൈഡ്. Then last one is rhombohedral, that is A equal to B equal to C, alpha equal to beta equal to gamma not equal to 90 degree. Example calcium carbonate and mercuric sulfide. ഈ 7 ക്രിസ്റ്റൽ സിസ്റ്റംസ് ഫോം ചെയ്യുന്ന ഒരു ലാറ്റിസിനെയാണ് നമ്മൾ ബ്രവൈസ് ലാറ്റിസ് എന്ന് പറയുന്നത്. ഈ ബ്രവൈസ് ലാറ്റിസ് എന്ന് പറഞ്ഞാൽ 7 ക്രിസ്റ്റൽ സിസ്റ്റംസിൽ നിന്ന് ഡെവലപ്പ് ചെയ്ത് ഫോം ചെയ്യുന്ന 14 പോസിബിൾ 3-dimensional അറേഞ്ച്മെൻറ്റിനെയാണ് ബ്രവൈസ് ലാറ്റിസ് എന്ന് പറയുന്നത്. ബ്രവൈസ് ലാറ്റിസ് എന്ന് പറഞ്ഞാൽ 14 പോസിബിൾ 3-dimensional അറേഞ്ച്മെൻറ്റ് ഡെവലപ്ഡ് ഫ്രം ദി 7 ക്രിസ്റ്റൽ സിസ്റ്റം. ഈ 7 ക്രിസ്റ്റൽ സിസ്റ്റംസ് ക്യൂബിക്, ടെട്രാഗണൽ, ഓർത്തോറോംബിക്, ഹെക്സഗണൽ, മോണോക്ലിനിക്, ട്രൈക്ലിനിക്, ട്രൈഗണൽ ഇതിന്ന് എല്ലാത്തിനും കൂടെ ചേർന്ന് ഫോം ചെയ്യുന്ന 14 3-dimensional ക്രിസ്റ്റൽ സിസ്റ്റത്തിനെയാണ് നമ്മൾ ബ്രവൈസ് ലാറ്റിസ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു സ്ട്രക്ചർ നോക്കിയാൽ ഇത് ഏത് സിസ്റ്റത്തിന് എക്സാമ്പിൾ ആയിട്ട് വരും? ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ എ, ബി, സി ഇത് മൂന്നും അൺഈക്വലാണ്. എല്ലാ ആംഗിൾസും 90 ഡിഗ്രിയാണ്. അപ്പോൾ ഇത് എ നോട്ട് ഈക്വൽ ടു ബി നോട്ട് ഈക്വൽ ടു സി, ആൽഫ ബീറ്റ ഗാമ 90 ഡിഗ്രി എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് ആൻ എക്സാമ്പിൾ ഫോർ ഓർത്തോറോംബിക് ക്രിസ്റ്റൽ. ഇനി നിങ്ങളൊരു പേസ്റ്റിൻ്റെ കവർ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ എയും ബിയും എല്ലാം ഈക്വലാണ്, നോട്ട് ഈക്വൽ ടു സി. സോ ദിസ് ആൻ എക്സാമ്പിൾ ഫോർ എ ടെട്രാഗണൽ സിസ്റ്റം. ഇതൊരു മാച്ച് ബോക്സ് നമ്മൾ നേരത്തെ പറഞ്ഞു, ദിസ് ആൻ എക്സാമ്പിൾ ഫോർ എൻ ഓർത്തോറോംബിക് ക്രിസ്റ്റൽ.